അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളോട് നിങ്ങൾ എന്റെ പ്രസംഗം ഒന്ന് കേൾക്കുക. ഈ പ്രസംഗത്തിലൂടെ മുജാഹിദ് പ്രസ്ഥാനവും ഇസ്ലാമും യഥാർത്ഥത്തിൽ എന്താണ് ലോകത്തോട് നമ്മൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേട്ടതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കിട്ടാൻ ഒരുപാട് ലാഭങ്ങളുണ്ട് താനും. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രസംഗം കേട്ടു എന്നുള്ളത് കൊണ്ട് ഭൗതികമായി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പരലോകത്താകട്ടെ ഏറെ കിട്ടാനുണ്ട് താനും, നിങ്ങൾ രക്ഷപ്പെടും എന്നതാണ് വസ്തുത. പക്ഷേ നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്ക്. വിശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കും. എന്താണ് ഖുർആൻ? നമുക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എന്താണ്? മുസ്ലിം സമുദായത്തിലെ നല്ലൊരു ശതമാനം വരുന്ന ആളുകൾക്ക് ഖുർആനുമായുള്ള ബന്ധം അത് മരിച്ച വീട്ടിൽ ഓതാൻ അതിനുള്ള ഒരു ഗ്രന്ഥമാണ് എന്നാണ് നല്ലൊരു ശതമാനം ആളുകളുടെയും ധാരണ. ഒരാള് മരിച്ചു, ആ മരിച്ച വീട്ടിൽ വിശുദ്ധ ഖുർആൻ ഓതുക, അത് യാസീനായിരിക്കുക. അവൻ മരിച്ച വീട്ടിൽ ഓതാനുള്ള ഒരു പുണ്യഗ്രന്ഥം എന്നതിൽ കവിഞ്ഞ് എന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും എനിക്ക് മാതൃക കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. അവിടെയാണ് ഞാൻ എന്റെ വിഷയത്തെ കേന്ദ്രീകരിച്ചു നിർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു ഈ ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നത് എന്ന. ലോകത്ത് ഇത്രയേറെ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥവും മനുഷ്യ സമൂഹത്തിൽ ഇന്നില്ല. സൂറത്ത് ഫാത്തിഹ 70 കൊല്ലൊരാൾ ഒരേ ഇമാമിൽ നിന്ന് കേട്ടാലും മടുപ്പില്ലല്ലോ. ഉസ്താദേ എത്ര കൊല്ല ഈ ഫാത്തിഹ ഓതുന്നത്, ഒന്ന് മാറ്റി ഓതി എന്ന് പറയേണ്ടി വന്നിട്ടില്ല. ഒരു പാട്ട് 5, 6, 7 ഇനി 10 കൂട്ടിക്കോ, അതിലപ്പുറത്ത് ആ പാട്ട് പാടിയ വ്യക്തിയിൽ നിന്ന് തന്നെ 10ാമത്തെ തവണ കേൾക്കുകയാണെങ്കിൽ ഒരു വലിയ കേട്ട് തയമ്പിച്ചു. പക്ഷേ 70 കൊല്ലം വിശുദ്ധ ഖുർആൻ കേട്ടാലും ഒരിക്കലും മടുപ്പ് വരാത്ത ഒരു ഗ്രന്ഥം, എത്ര വായിച്ചാലും മടുപ്പ് വരാത്ത ഒരു ഗ്രന്ഥം, ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം അതാണ്, ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ്. വായിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് നമ്മളൊന്ന് പഠിക്കണം. ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു എന്തിനാണ് അവതരിപ്പിച്ചത്? മനുഷ്യ സമൂഹത്തിന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാൻ അല്ലാഹു അവതരിപ്പിച്ചു. നരകത്തിൽ നിന്നും മനുഷ്യർ രക്ഷപ്പെടണമെന്ന നിലയിൽ നിങ്ങൾ ഇന്നെന്ന വിശ്വാസവും ആചാരവും കർമ്മവും അവലംബിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും എന്ന് പറയാനും, നിങ്ങൾ ഇന്നെന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നും പറയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന വസ്തുത മറന്നുപോയവരാണ് മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകൾ. അത് ഞാൻ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഡേറ്റിനെ പറ്റി അഭിപ്രായ ഭിന്നതയുണ്ട് ലോകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഡേറ്റ് അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് മാത്രമല്ല, 8-നാണ്, അതായത് റബീഉൽ അവ്വൽ 8-ന് നബി ജനിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും പ്രബലമായ തെളിവുകളൊക്കെ ഉള്ളത്. അപ്പൊ ആ 8 തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ 12 ആകട്ടെ ആ വാദപ്രകാരം വെള്ളിയാഴ്ചയുമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, സുന്നികൾ പറയുന്നതാണ്, സുന്നി പ്രസിദ്ധീകരണത്തിൽ പറയുന്നതാണ്. റബീഉൽ അവ്വൽ 8-നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. അതൊരു തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ച തന്നെയാണ് റസൂലുള്ളാഹിക്ക് ഖുർആൻ കിട്ടിയത്. അപ്പം നബി ജനിച്ച ദിവസം ഏറ്റവും ആസ്വദിക്കാൻ പറ്റിയ രചന ഏതാ? അത് വിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. കാരണം തിങ്കളാഴ്ച റസൂൽ ജനിച്ചു, റസൂലിന് തിങ്കളാഴ്ച ഖുർആൻ കിട്ടി. ബൂസിരി അല്ല കിട്ടിയത്, ഇമാം ബൂസിരിയുടെ ബുർദയല്ല കിട്ടിയത്, മൊയ്തീമാലെ അല്ല കിട്ടിയത്, അല്ലെങ്കിൽ 313 വകയല്ല കിട്ടിയത്, ഖുർആനാ കിട്ടിയത് തിങ്കളാഴ്ച. നബി ജനിച്ചു തിങ്കളാഴ്ച, നബിക്ക് കിട്ടിയത് തിങ്കളാഴ്ച ഖുർആൻ. അപ്പം അള്ളാഹിന്റെ റസൂലിന് അള്ളാഹു തിങ്കളാഴ്ച കൊടുത്തത് ഖുർആനാണ്. അതിന്റെ ആസ്വാദനം എവിടെ? അതിന്റെ ആസ്വാദനമില്ല. കാരണം അതിനത്ര സ്ഥാനമേ ഉള്ളൂ. ബൂസീരിയുടെ ബുർദ ബൂസീരിക്ക് കിട്ടിയ അംഗീകാരം അല്ലാഹുവിന്റെ ഖുർആനിനെ മുസ്ലിം സമൂഹത്തിന് കിട്ടിയിട്ടില്ല. ഇത് നിങ്ങളൊരു ദേശത്തോടു കൂടിയല്ല ഇത് കേൾക്കേണ്ടത്. ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. എന്തിനാണ് എന്നെ അങ്ങനെ പറയാൻ കാരണം കിബിലക്ക് അഭിമുഖമായി മാത്രമേ ബുർദ ഓതാൻ പാടുള്ളൂ. ഖുർആൻ ഓതുന്നിടത്ത് കിബിലക്ക് മുന്നിടണമെന്ന് എവിടെ നിബന്ധന വെച്ചിട്ടുള്ളത്?
പക്ഷേ ബുർദ ബൂസീരി വായിക്കണമെങ്കിൽ കിബിലക്ക് മുന്നിടണം, ഒന്നു എടുക്കണം, ഒരിക്കലും ഒരു അക്ഷരം തെറ്റാൻ പാടില്ല. അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം ബുർദ ബൂസീരി പാരായണം ചെയ്യുന്നത്. നേരെ മറിച്ച് ഖുർആനെ കുറിച്ച് പറഞ്ഞതോ അർത്ഥം പഠിക്കരുതെന്നാ. നിങ്ങൾ ആലോചിക്കുക, അള്ളാന്റെ ഖുർആനിന്റെ അർത്ഥം പഠിക്കരുത് എന്ന് ഗ്രന്ഥ എഴുതുക ഒരു മഹാപണ്ഡിതൻ. വേറെ ഒരു മഹാപണ്ഡിതനോ ബൂസീരിയുടെ ബുർദ അർത്ഥം പഠിക്കാതിരിക്കരുത്, പഠിക്കൽ നിർബന്ധാണെന്ന് എഴുതുക. നമ്മൾ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ പറ. കോമൺ സെൻസ് അല്ലാഹു എല്ലാവർക്കും തന്നിട്ടില്ലേ പ്രിയങ്കരരെ? ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ഖുർആൻ, ആ ഖുർആൻ എന്ത് ചെയ്യരുത്? ആ ഖുർആൻ ഒന്നെടുക്കണമെന്നോ കിബിലക്ക് അഭിമുഖമാകണമെന്നോ ഒന്നും പറയാത്തവർ, അതേ ആളുകൾ 7-ാം നൂറ്റാണ്ടിലെ റസൂലും മരിച്ചിട്ട് 7 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച ബൂസീരിയുടെ ബുർദ കിബിലക്ക് അഭിമുഖമാകണം, അർത്ഥം കൃത്യമായിട്ട് പഠിക്കണം, അർത്ഥമറിയാതെ ഓതരുത് എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിന്റെ മണ്ണിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം ഇവിടെ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഖുർആൻ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വായിക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി വിശുദ്ധ ഖുർആൻ എന്നാൽ എന്താണ്? അത് ഒടുവിലത്തെ ഗ്രന്ഥമാണ്. ഇനി ഒരു ഗ്രന്ഥം ലോക മുസ്ലിമീങ്ങൾക്ക്, ലോകത്തുള്ള മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാൻ ഇല്ല തന്നെ, ഇല്ല. ഇനി ഒരു ഗ്രന്ഥം വരാനില്ല. റസൂലുള്ളാഹിയാവട്ടെ ഖാതിമുൻ നബിയാണ്, അന്തിമ പ്രവാചകനാണ്. ഇനി ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒടുവിലത്തെ നബിയാണ്. അപ്പൊ ഖുർആനിനെതിരാണ് ഖാദിയാനികൾക്ക് മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി എന്ന് പറയുന്ന ഒരാൾ നബിയാണെന്ന വാദം വിശുദ്ധ ഖുർആനിന് എതിരാണ്. എതിരല്ല എന്ന് പറയാൻ ഒരു തെളിവുമില്ല. കാരണം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്നത് ഏതടിസ്ഥാന, മുദ്ര എന്ന അടിസ്ഥാനത്തിലാണോ സംസാരിച്ചത്? ഒടുവിലത്തെ സീൽ വെക്കപ്പെട്ടിരുന്നതിലേക്ക് ഒന്നും പ്രവേശിക്കാനില്ല എന്ന അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധത എന്ന അടിസ്ഥാനത്തിലോ പരിഭാവനം എന്ന അടിസ്ഥാനത്തിലോ അല്ല പല ഉദ്ദേശിച്ചത്. അവസാനം ഇനി അങ്ങോട്ടൊന്നും കടക്കാനില്ല, ഇനിയൊന്നും വരാനില്ല, സീൽ വെക്കപ്പെട്ടു എന്ന അടിസ്ഥാനത്തിലാണ്. അതേ പദമാണ് ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ ഉപയോഗിച്ചത്. ഇനി നബിക്ക് പകരം ഒരു നബി വരാനില്ല. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു നബി വരാനില്ല, വിശുദ്ധ ഖുർആനിന് ശേഷം ഒരു ഗ്രന്ഥവും ലോകത്തില്ല. ഈ രണ്ട് കാര്യം. അപ്പൊ നമുക്ക് ആലോചിക്കാൻ, ലോകത്തിന് ഇനി ഒരു ഗ്രന്ഥം വരാനില്ല, ലോകത്തിന് ഒരു നബിയും വരില്ല. അതുകൊണ്ട് തന്നെ വേദങ്ങൾ ഇറങ്ങില്ല. കാരണം അമ്പിയാക്കൾക്കാണ് അല്ലാഹു വേദം അവതരിപ്പിക്കുക, സാധാരണക്കാർക്ക് അല്ലാഹു വേദം അവതരിപ്പിക്കില്ല. അപ്പൊ അമ്പിയാക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകനായതുകൊണ്ട് തന്നെ ഇനിയൊരു വേദം വരാനില്ല. ഇനിയോ ഖുർആൻ എന്തിന് അവതരിച്ചു? ഖുർആന്റെ അവതരണ ഉദ്ദേശം എന്താണ്? അതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ഖുർആനിന്റെ അവതരണ ഉദ്ദേശം എന്താണ്? അല്ലാഹു പറഞ്ഞു മരിച്ചയിടത്ത് ഓതാനും എന്നിട്ട് കൂലി വാങ്ങാനുള്ള ഒരു ഗ്രന്ഥം എന്ന് അല്ലാഹു പറഞ്ഞു, റസൂൽ പറഞ്ഞു, സഹാബികൾ പറഞ്ഞു, പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? അത് നമ്മളൊന്ന് പരിശോധിക്കുക. ഖുർആനിലെ ഞാൻ നിങ്ങൾക്ക് അധ്യായ നമ്പറും വചന നമ്പറും പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ ഉസ്താദുമാര് നിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കിയത് എന്തുകൊണ്ട് നിന്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഉസ്താദുമാര് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെന്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്തുകൊണ്ടായിരുന്നു എന്ന വസ്തുത നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം, അതിലെ 1-ാമത്തെ വചനം, സൂറത്ത് ഇബ്രാഹിമിലെ 1-ാമത്തെ വചനം തന്നെ എന്താണെന്നറിയോ? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ.
അലിഫ് ലാം റാ അല്ലേ? കിതാബുൻ അൻസൽനാഹു ഇലൈക, ഈ ഗ്രന്ഥം പ്രവാചകരെ താങ്കളിലേക്ക് അയച്ചിട്ട് തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഇറക്കിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. എന്തിൽ നിന്ന്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അല്ലാഹു ഖുർആൻ എന്തിന് അവതരിപ്പിച്ചു ഉസ്താദേ? അത് മോനെ മരിച്ചെടുത്തോടാൻ എന്നല്ല, പിന്നെയോ ഈ മരുന്ന് എന്തിനാ ഡോക്ടറെ? അത് ക്യാൻസറിനാണ് മോനെ. ക്യാൻസർ ബാധിച്ച് മരിച്ചിടത്തോടത്തോ ഒഴിക്കാനുള്ളതല്ല ഇത്. മോനെ ഈ മരുന്ന് എന്തിനാ ഡോക്ടറെ? മോനെ ഇത് നിന്റെ ബാപ്പാന്റെ ക്യാൻസർ മാറാനാണ് അല്ലേ? നേരെ മറിച്ച് ആ മകൻ എന്താ ചെയ്യുന്നത്? ബാപ്പ മരിച്ചതിന് ശേഷം ബാപ്പാന്റെ വായിലേക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കുക. പറ്റുമോ? ഏതൊരു ക്യാൻസറിൽ നിന്ന് ബാപ്പാനെ രക്ഷിക്കാൻ ഡോക്ടർ നൽകിയ മരുന്ന് ബാപ്പ മരിച്ചതിന് ശേഷം ബാപ്പാന്റെ വായിൽ ഒഴിക്കുക. മതേതരമല്ലേ? വിവരക്കേടല്ലേ? ബുദ്ധിയാണോ? അല്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, നിന്റെ ബാപ്പയടക്കമുള്ള നിന്റെ ഉമ്മ മരിച്ചപ്പോൾ നീ ഖുർആൻ ഓതി. അല്ലാഹു പറയാം, നിന്റെ ഉമ്മാക്ക് മരിച്ചെടുത്തോടി കൊടുക്കാനുള്ളതല്ല. നിന്റെ ഉമ്മ ജീവിച്ച കാലത്ത് ഉമ്മാനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. മനസ്സിലായോ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. കണ്ടോ? ഇരുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക്, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അധർമ്മങ്ങൾ അല്ലേ? അനീതികൾ, അക്രമങ്ങൾ, തിന്മകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഇരുട്ട്. ആ ഇരുട്ട് ഇല്ലായ്മ ചെയ്ത് തൗഹീദ്, സുന്നത്ത്, ആഖിറത്ത്, നന്മ ഇതെല്ലാം സ്ഥാപിക്കുന്ന പടച്ചോൻ അവതരിപ്പിച്ചൊരു ഗ്രന്ഥം. എല്ലാ മനുഷ്യർക്കും മാർഗദർശനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഒരു ഗ്രന്ഥം അല്ലേ? ആ ഗ്രന്ഥത്തെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു ഒന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞ ഉദാഹരണം ഒരിക്കലും മറക്കരുത്. ക്യാൻസറിനെ ഒരു മരുന്ന് കണ്ടെത്തിയത് അത് കഴിക്കരുത് എന്ന് ഒരു ഉസ്താദ് പുസ്തകം എഴുതുക. ഒരു വിദഗ്ധനായ ഡോക്ടർ ക്യാൻസറിന് ഫിറ്റായ ഒരു മരുന്ന് കണ്ടെത്തിയിട്ട് ഉസ്താദ് പ്രസംഗിക്കുന്നത് കഴിക്കരുത്. അപ്പൊ നമ്മൾ ചോദിച്ചു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ക്യാൻസറിന് ഒരു മരുന്ന് കണ്ടെത്തിയിട്ട് ക്യാൻസർ ബാധിച്ചു മരിക്കുന്നവരെ ആ മരുന്ന് ഉപയോഗിക്കരുത് എന്ന് എഴുതി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇവിടെ ആരെങ്കിലും എഴുതിയോ? ഇതായിരിക്കല്ലോ അടുത്ത ചോദ്യം. കേട്ടോളൂ. E.K. ഹസൻ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഇന്നും നിലനിൽക്കുന്നു, മാറ്റിവെച്ചിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല, ആ വാദത്തിന് പുറകോട്ട് പോയിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് E.K. ഹസൻ മുസ്ലിയാർ തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഖുർആൻ തർജമ ചെയ്യുന്നതിൽ നിന്ന്, ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്ന് തടുക്കുന്ന ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ പറയാണെന്ത്? പൊതുജനങ്ങൾക്ക് ഖുർആൻ പഠിക്കൽ നിർബന്ധമില്ല, അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. പൊതുജനങ്ങൾക്ക് ഖുർആൻ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. ഓതല് തന്നെ നിർബന്ധമായിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. ഓതല് തന്നെ നിർബന്ധമായിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. അത് അർത്ഥം പഠിക്കൽ നിർബന്ധവുമില്ല, പ്രത്യേകം സുന്നത്തും ഇല്ല. മനസ്സിലാക്കുന്നത് ഒരു പണ്ഡിതന്റെ വാക്ക്. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആനിന്റെ പേജ് 16 നിങ്ങൾ പരിശോധിക്കണം. 14, 15, 16 പേജുകൾ. മാനവരാശിക്ക് മാർഗദർശനത്തിന് അല്ലാഹു അവതരിപ്പിച്ച ഗ്രന്ഥം അർത്ഥം പഠിക്കേണ്ടതില്ല. നിങ്ങൾ ആലോചിക്കണം. അതിനൊരിക്കലും നിഷേധിക്കാനാവില്ല. ഇതൊന്നും ഒരു ക്ലിപ്പിംഗ് അപ്പുറവും കട്ട് ചെയ്ത് കേൾപ്പിക്കുന്ന പോലെ ഒരു വഞ്ചന കേൾവിക്കലല്ല ഇത്. ഉസ്താദുമാരോട് ഞങ്ങൾ അർത്ഥം ചോദിക്കുമ്പോൾ പിഴച്ചു പോകുമെന്നായിരുന്നു ഉസ്താദുമാർ ഞങ്ങളോട് പറഞ്ഞത്. എങ്ങനെ? വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിച്ചാൽ നന്നാവുന്നല്ല, പിഴക്കും. ക്യാൻസറിന്റെ മരുന്ന് കുടിച്ചാൽ ക്യാൻസർ മാറൂല, അധികരിക്കും എന്ന് പറഞ്ഞ പോലെ. മനസ്സിലായില്ലേ? മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണുണ്ടോ? ഇതേ ആളുകൾ ഇത് സൂറത്തു ഫാത്തിഹ ഓതലിന് നിർബന്ധമേ ഉള്ളൂ, ഫാത്തിഹേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഓതലിന് നിർബന്ധമേ ഉള്ളൂ, ഫാത്തിഹേ ഉള്ളൂ. ബാക്കിയുള്ള 114 അധ്യായങ്ങളിൽ 113 അധ്യായവും പഠിക്കേണ്ടതില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് എഴുതിയത്
ഒരു ഹിന്ദുവല്ല, ഒരു ക്രിസ്ത്യാനിയല്ല. ഞാൻ ഇസ്ലാമാകുന്നു, ഞാനാകുന്നു യഥാർത്ഥ ഇസ്ലാം, ഞാനാകുന്നു ഇസ്ലാമിന്റെ നടുക്കണ്ടം, ഞങ്ങൾ പറയുന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനാണെന്ന വസ്തുത പൊതുജനങ്ങളെ നാം മനസ്സിലാക്കണം. ഇനി ഇവിടെ ഇരിക്കുന്ന സുന്നി മുജാഹിദും ജമാഅത്തുമൊക്കെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ബുദ്ധി തീരെ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എന്തേ ഉദ്ദേശിക്കുന്നുള്ളൂ? നമുക്ക് സ്വർഗം